ഇത് സമയം വളരെ പോയി കടന്നു വരിക, നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഈ മഴയത്താണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. എന്തായാലും വീഡിയോ മുടങ്ങണ്ടെന്ന് കരുതി അതുകൊണ്ട് വീഡിയോ ഇടുന്നു. ഇത് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, നിങ്ങളുടെ ഇടയിൽ ഇപ്പം ഉള്ള എനർജി എന്താണ്, പിന്നെ നിങ്ങളുടെ ഔട്ട്കം എന്താണ്, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഒരു ചെറിയ വീഡിയോ ഞാൻ ഇടുന്നതാണ്. സമയം പോയിട്ടും അതുപോലെ മഴ വരുന്നതുകൊണ്ടൊക്കെയാണ്. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാൻ നോക്കുക. നെഗറ്റീവായിട്ട് നമ്മുടെ ചിന്താഗതി പോസിറ്റീവാണെങ്കിൽ നമ്മളിലേക്കെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വരും. പിന്നെ നമ്മളെ വിട്ട് ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എനർജിയായിട്ട് ചേരാത്ത വ്യക്തികളായിരിക്കും. തീർച്ചയായിട്ടും അത് ഡിവൈനായിട്ട് തന്നെ നമ്മൾ അകറ്റി മാറ്റുന്നതാണ്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, നമ്മളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും എല്ലാവരെയും ഉൾപ്പെടുത്തുക. ആരൊക്കെ നമ്മൾ വിട്ടുവിട്ട് പോയാലും വേദനിപ്പിച്ചാലും അവർക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് പറയാനുള്ളത്. അതേപോലെ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. എപ്പോഴും ഉള്ളതിനെല്ലാം നന്ദി പറയുക. എല്ലാ നിലനിർത്തത്തിനും നന്ദി പറയുക. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇന്നത്തെ നിങ്ങളുടെ റീഡിങ്ങിൽ നോക്കാം. നിങ്ങളുടെ എനർജി ഇതാണ്. ഏസ് ഓഫ് വൺസ് ആണ്. പുതിയ തുടക്കമാണ്, ആവേശമാണ്, ഒന്നിൽ തുടങ്ങുവാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങൾ എല്ലാം പഴയ കാര്യങ്ങളൊക്കെ ശ്രമിക്കുവാനും പുതിയ കാര്യങ്ങളിലേക്ക് അതെല്ലാം ശ്രമിച്ച് പുതിയതായിട്ട് ചിന്തിച്ച് നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു എനർജിയാണ്, നല്ല എനർജറ്റിക് കാർഡാണ്, ഫയറാണ്. അതേപോലെ നല്ല ആവേശത്തിൻ്റെ കാർഡാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കട്ടെ. നിങ്ങളുടെ പേഴ്സണൽ സെയിം കാർഡ് തന്നെയാണ്, അത് കുറച്ചുകൂടി മുന്നോട്ട് പോയിരിക്കുന്ന കാർഡാണ്. അതും വാൺസ് തന്നെയാണ്. നൈറ്റ് ഓഫ് വാൺസ് വെച്ചാൽ അതിദൂരം ബഹുദൂരം എന്നുള്ളതൊക്കെയാണ്. വളരെയധികം വേഗത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് പറഞ്ഞിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിന് വളരെയധികം നിങ്ങളുടെ എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ വളരെ ആഗ്രഹമുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെ ഇടയിലുള്ള എനർജി, രണ്ടുപേരും ഒറ്റയ്ക്കാണ്. രണ്ടുപേർക്കും നിങ്ങളുടെ കൂടെ ആരുമില്ല. അതേപോലെ ആ പേഴ്സൻ്റെ കൂടെ ഇപ്പോൾ ആരുമില്ല. അദ്ദേഹവും നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കിരിക്കുകയാണ്. അതേപോലെ നിങ്ങൾ ആ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾ വളരെ സന്തോഷത്തിലാണ്, സമാധാനത്തിലാണ്. നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് സന്തോഷത്തിലിരിക്കുന്നതാണ് കാണുന്നത്. ഒരുപക്ഷെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകാം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം, നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്നെല്ലാം അകന്നിട്ടുണ്ടാകാം. മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ പത്രം വായിക്കാതിരിക്കുക, ടി വിയിൽ ന്യൂസ് കാണാതിരിക്കുക. അതൊക്കെ തന്നെ നെഗറ്റീവാണ്. ഇത് നമ്മൾക്കും കാര്യങ്ങൾ അറിയേണ്ടതെന്ന്. അപ്പം അതൊന്ന് രാവിലെ കാണാതിരിക്കുക. അതുപോലെ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നെഗറ്റീവ് കണ്ടാൽ പോസിറ്റീവായിട്ട് വരാൻ പ്രാർത്ഥിക്കുക. ഇത് നിങ്ങളുടെ മുന്നോട്ടുള്ള ഔട്ട്കം എന്താ വെച്ചാൽ ചാരിയറ്റാണ്. ചാരിയറ്റ് എന്ന് വെച്ചാൽ ഒരു മേജറാക്കുന്ന കാർഡാണ്. ഇത് കുറച്ച് സമയം എടുക്കുന്ന കാർഡാണ്. ഇതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുന്നതാണ്. അപ്പോൾ അതവിടെ കാണുന്നത്. അപ്പോൾ അതിന് സമയം കുറച്ചെടുക്കും. ഈ മേജറാക്കുന്ന കാർഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവിടെ പറയാനുള്ളത്. എന്തായാലും മഴയ്ക്ക് മുമ്പേ ഞാനൊന്ന് പറഞ്ഞ് തീർക്കുവാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സൗണ്ട് കുറവായിരിക്കും, മഴ അതുകൊണ്ടാണ്, ക്ഷമിക്കുക.